ഇനി നമുക്കറിയേണ്ടത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് അഥവാ വിവരണാത്മക ഗവേഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഗവേഷണം നടത്താൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിൻ്റെയോ പ്രതിഭാസത്തിൻ്റെയോ സവിശേഷതകൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുമ്പോഴാണ് വിവരണാത്മക ഗവേഷണത്തിൻ്റെ ആവശ്യകത ഉണ്ടാകുന്നത്. ചില പ്രത്യേക തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും ഇത്തരം ഗവേഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. നിലവിലുള്ള അവസ്ഥയിൽ നിന്നും കൂടുതൽ മെച്ചപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി ഈ ഒരു ഗവേഷണ രീതി ഉപയോഗിക്കുന്നു. ഒരു സമൂഹത്തിന്റെ സവിശേഷമായ ആചാരങ്ങൾ, പ്രക്രിയകൾ, ജീവിത രീതി ഇവയെല്ലാം വിശദീകരിക്കുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിലൂടെയാണ്. ഇപ്പോൾ വിവരണാത്മകമായ ഗവേഷണത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നത് പ്രധാനമായും ചോദ്യാവലികളും നിരീക്ഷണങ്ങളും നിരീക്ഷണ രീതികളും ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ സോഷ്യൽ സയൻസ് സർവേകളാണ് പ്രധാനമായും വിവരശേഖരണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സർവേ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കൂടുതൽ ഡാറ്റകളും കളക്ട് ചെയ്യുന്നത്. ഒരു ജനസംഖ്യയുടെ അല്ലെങ്കിൽ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന സാമൂഹിക പ്രതിഭാസങ്ങളുടെ സവിശേഷതകൾ വിവരിക്കാനാണ് ഈ വിവരാത്മക ഗവേഷണം ഉപയോഗിച്ചു വരുന്നത്. ഒരു സവിശേഷ സാമൂഹിക സന്ദർഭം അല്ലെങ്കിൽ സംഭവം എന്തുകൊണ്ട്, എപ്പോൾ, അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്നീ ചോദ്യങ്ങളൊന്നും ഇവിടെ വിശദീകരിക്കപ്പെടുന്നില്ല. പക്ഷെ അതിന് നിദാനമായ ചോദ്യങ്ങളെ അത് അഭിസംബോധന ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ഒരു ജനവിഭാഗത്തിന്റെ സവിശേഷതകൾ പഠിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അത് പ്രതിപാദിക്കുന്നു. ഒരു തരം വർഗീകരണ രീതിയും പദ്ധതിയുമാണ് ഈ വിവരണാത്മക ഗവേഷണത്തിന് ഉണ്ടായിരിക്കുക. ഭൗതിക ശാസ്ത്രത്തിലെയും പ്രകൃതി ശാസ്ത്രത്തിലെയും സാമൂഹ്യ ശാസ്ത്രത്തിലെയും വർഗീകരണ പദ്ധതി ആവിഷ്കരിക്കുന്നത് അതിന്റെ അടിസ്ഥാന ഘടകങ്ങളെ സംബന്ധിച്ച അറിവ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ വളരെയധികം ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡ്. ഈ വിവരണാത്മക ഗവേഷണത്തിന്റെ സാധ്യത അതിലടങ്ങിയിരിക്കുന്ന ചില ആന്തരികമായ സാധ്യതകൾ വിശദമാക്കുന്നുണ്ട്. ഒരു പ്രതിഭാസത്തിന്റെ ആവൃത്തികൾ, അതിന്റെ ശരാശരി, മറ്റ് സ്ഥിതിവിവര കണക്കുകൾ എന്നിവയ്ക്ക് വേണ്ടിയുള്ള പഠനമാകാം ഇത്തരം ഗവേഷണം. ഇപ്പോൾ വിവരണാത്മക ഗവേഷണത്തിലെ മുഖ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സർവേ ആണ്. അപ്പോൾ അതിലൂടെ ഗുണപരമായ ഒരു അന്വേഷണത്തിൽ അതിന് പ്രാധാന്യം, ഗുണപരമായ അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അന്വേഷണത്തിന് അത് വളരെയധികം പ്രാധാന്യം നൽകുന്നു. എന്തുകൊണ്ടാണ് നിരീക്ഷണങ്ങൾ നിലനിൽക്കുന്നതെന്നും കണ്ടെത്തലുകളുടെയും പ്രയോഗങ്ങളുടെയും പരിമിതികളും അതിന്റെ പ്രത്യാഘാതങ്ങളും എന്തൊക്കെയാണെന്നും ഗവേഷകന് ഇതിലൂടെ പരിശോധിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഗവേഷണ രീതി കൊണ്ടുള്ള പ്രധാനപ്പെട്ട നേട്ടം. ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഇതിനെ പാനൽ പഠനമെന്നും പറയാറുണ്ട്. ഒരു തരം ഗവേഷണ രൂപകൽപ്പന ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് പൂർത്തിയാക്കുന്നത്. ഒരേ വേരിയബിളുകളുടെ ആളുകൾ, സമൂഹ സംസ്കാരം, ഹ്രസ്വമോ ദീർഘമോ ആയ കാലത്തെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നിരീക്ഷണമാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. രേഖീയമായ ഡാറ്റകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരേ വസ്തു പല കാലങ്ങളിൽ നിരീക്ഷിച്ചിട്ടുണ്ടാകുന്ന മാറ്റത്തിൽ നിന്നും പല കണ്ടെത്തലുകളിലും എത്താൻ കഴിയുന്ന ക്രമരഹിതമായ പരീക്ഷണമായും ഇത്തരം പഠനങ്ങളെ കരുതാറുണ്ട്. വ്യക്തി പഠനങ്ങളിലും സാമൂഹിക മാറ്റങ്ങളിലും അതിനെ കൂടുതൽ ആഴത്തിലറിയാൻ ഇത്തരം പഠനങ്ങൾ ആവശ്യമാണ്. പെരുമാറ്റങ്ങൾ, ചിന്തകൾ, വികാരങ്ങൾ, ആചാരങ്ങൾ എന്നിവയിലെല്ലാം ദ്രുതഗതിയിലുണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കുന്നതിനും ഇത്തരം ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നു. ഒരേ പോപ്പുലേഷന്റെ വ്യത്യസ്ത കാലങ്ങളിലുള്ള സാമൂഹിക വ്യവഹാരങ്ങളിൽ വന്ന മാറ്റങ്ങളുടെ താരതമ്യത്തിലൂടെ ഇത്തരം പഠനം വളരെയേറെ സാധ്യമാകുന്നു. ഇവിടെ ട്രാക്ക് ചെയ്യപ്പെടുന്നതും പഠനം സാധ്യമാക്കുന്നതും ഒരേ സമൂഹത്തെയാണോ, പ്രതിഭാസങ്ങളെ ആണോ, അല്ലെങ്കിൽ ഒരേ സമൂഹത്തെയോ പ്രതിഭാസങ്ങളെയോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തലമുറകൾക്കിടയിലൂടെ ഒരേ തലമുറയിലും സാംസ്കാരിക പഠനങ്ങൾ ഇത്തരം ഗവേഷണത്തിലൂടെയാണ് സാധ്യമാകുക. നിരീക്ഷണത്തിൽ കണ്ടെത്തുന്ന വ്യതിയാനങ്ങൾ കൂടുതൽ കൃത്യത വരുത്തി മറ്റു മേഖലകളിൽ കൂടി പ്രയോഗിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഗവേഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. വൈദ്യശാസ്ത്രത്തിൽ ചില രോഗങ്ങളുടെ പ്രവചനങ്ങൾ സാധ്യമാക്കുന്നതും ഇത്തരത്തിലുള്ള ഗവേഷണങ്ങളിലൂടെ ആയിരിക്കും. പരസ്യ ക്യാമ്പയിൻ പങ്കാളികളായ ടാർഗറ്റ് പ്രേക്ഷകരിലെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും പരസ്യം വരുത്തിയ മാറ്റങ്ങളൊക്കെ തിരിച്ചറിയാൻ ഇത്തരത്തിലുള്ള ഗവേഷണ രീതികൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ദാരിദ്ര്യം പോലെയുള്ള ദീർഘകാല പ്രതിഭാസങ്ങളെ ഹ്രസ്വകാലത്തിനുള്ളിൽ നിന്നും വേർതിരിച്ചറിയുന്നതിനും ഇത്തരം ഗവേഷണ പഠനങ്ങൾ സാമൂഹ്യശാസ്ത്രകാരന്മാരെ സഹായിക്കുന്നു. അതുപോലെ ബന്ധങ്ങളുടെയും ആപേക്ഷികമായി ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ കൂടുതൽ വിശദമായി മനസ്സിലാക്കാനായിട്ട് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ
ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച് മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സാമൂഹ്യശാസ്ത്ര ഗവേഷണത്തിൽ ഉപയോഗിച്ച് വരുന്ന മറ്റൊരു രീതിയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ റിസർച്ച്. അടുത്ത് നമുക്കറിയേണ്ട മറ്റൊരു ആശയം എന്ന് പറയുന്നത് ഫോർമുലേഷൻ ഓഫ് ദി റിസർച്ച് പ്രോബ്ലം, ഗവേഷണത്തിൻ്റെ അല്ലെങ്കിൽ ഗവേഷണ പ്രശ്നത്തിൻ്റെ രൂപീകരണം. ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന് ഒന്നിനെക്കുറിച്ച് അനുഭവപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോഴാണ് റിസർച്ച് പ്രശ്നം രൂപപ്പെടുന്നത്. ഒന്നോ അതിലധികമോ അന്വേഷണ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഒന്നിലധികം പ്രക്രിയ രീതികൾ തിരഞ്ഞെടുക്കുന്നു. ഒരു പ്രശ്നം അഥവാ പ്രോബ്ലം എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് ഗ്രീക്ക് പദമായിട്ടുള്ള പ്രൊബല്ലൻ എന്ന മൂലരൂപത്തിൽ നിന്നാണ്. ഒരു ഗവേഷണ പ്രക്രിയയിൽ ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ ഘട്ടം സംഭവിക്കുന്നത് ഒരു ഗവേഷണ പ്രശ്നം തിരിച്ചറിയുകയോ തിരഞ്ഞെടുക്കുകയോ ശരിയായി നിർവചിക്കുകയോ പ്രസ്താവിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ വിവരണാത്മകമായ അല്ലെങ്കിൽ പരികൽപ്പന രൂപീകരിക്കുകയും പരീക്ഷണ ഗവേഷണ പഠനങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രശ്നത്തെ ചർച്ച ചെയ്യുകയും അതിനെ നിർവചിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരു ഗവേഷണത്തിൽ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്നെ ഗവേഷണ പ്രശ്നത്തിൻ്റെ രൂപീകരണമാണ്. ഇപ്പോൾ പര്യവേഷണ പഠനത്തിനാണെങ്കിൽ ഒരു സങ്കല്പത്തിൽ തുടങ്ങാനും കഴിയില്ല. അവിടെ പരീക്ഷിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് കണ്ടെത്തേണ്ടതായിട്ട് വരിക. എന്തായാലും ഒരു ശാസ്ത്രീയമായ ഗവേഷണത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് ഗവേഷണ പ്രശ്നത്തിൻ്റെ രൂപീകരണമാണ്. അപ്പോൾ ഗവേഷകൻ ഇഷ്ടപ്പെട്ട ഒരു ഗവേഷണ പ്രശ്നം അഥവാ ഗവേഷണ വിഷയം തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെയാണ് ഗവേഷണ പ്രശ്നങ്ങളും ആരംഭിക്കുന്നത്. മനുഷ്യ വ്യവഹാരം ഒരു പ്രശ്നപരിഹാരത്തിനു വേണ്ടിയാണ്. ആ പ്രശ്നം ചിലപ്പോൾ സാമൂഹികമോ മാനസികമോ ആയി അനുഭവിക്കുന്നതായിരിക്കാം. ഗവേഷണ സമീപനം ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളും പരിഹാരങ്ങളും മനുഷ്യ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടവ തന്നെ ആയിരിക്കാം. അപ്പോൾ ഒരു ഗവേഷണ പ്രശ്നം രൂപീകരിക്കുക എന്നത് കേവലമായ ഒരു പ്രക്രിയ മാത്രമല്ല, മറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഗവേഷണ പ്രശ്നം സൈദ്ധാന്തികമോ പ്രായോഗികമായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഗവേഷകൻ അനുഭവിക്കുന്ന പ്രയാസത്തിനുള്ള പരിഹാരം കണ്ടെത്തലാണ് ഒരു തരത്തിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രധാനമായും 5 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു ഗവേഷണ പ്രശ്നം നിലനിൽക്കുന്നതെന്ന് പറയാറുണ്ട്. ഒരു സാമൂഹ്യ സാഹചര്യത്തിലോ പരിസ്ഥിതിയിലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൈവരിക്കാൻ ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കണം. മാനസികമായോ ഭൗതികമായോ എന്തെങ്കിലും ലഭ്യമാകുന്നില്ലെങ്കിൽ ഒരാൾക്കും ഒരു പ്രശ്നം അനുഭവപ്പെടില്ല. മൂന്നാമത്തെ കാര്യം, ഒന്നിൽ കൂടുതൽ പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ചും ബോധമുണ്ടായിരിക്കണം. ഒരു പ്രവർത്തന കോഴ്സ് ഇല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ പിന്നാലെ ആരും തന്നെ പോകില്ല. ഇപ്പോൾ ഗവേഷണ പ്രശ്നം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് തന്നെ വരികയില്ല. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ച് കോഴ്സസിനെ കുറിച്ച് ഗവേഷകന് ബോധമുണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, സാധ്യമായ ബദലുകളുടെ ആപേക്ഷികമായ കാര്യക്ഷമതയും ഫലപ്രാപ്തിയും കണ്ടെത്തുന്നതിലും തിരഞ്ഞെടുക്കുന്നതിനും ചില ആശയക്കുഴപ്പങ്ങൾ ഗവേഷകന് അനുഭവപ്പെടാം. ആദ്യമേ ഇതാണ് പ്രശ്നമെന്നും അതിൻ്റെ പരിഹാരത്തിനുള്ള വഴി ഇതാണെന്നും ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഗവേഷണ പ്രശ്നത്തിന് പ്രസക്തി ഇല്ല. ഇപ്പോൾ മുൻവിധികളൊന്നും കൂടാതെയുള്ള സമീപനമാണ് ആവശ്യം. ഗവേഷകന് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും അനുഭവിക്കേണ്ടി വരുന്ന ചില അവസ്ഥകളുണ്ടായിരിക്കണം. അത്തരം ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ മാത്രം ഗവേഷണത്തിന് അനുയോജ്യമായ ഒരു പ്രശ്നം കണ്ടെത്താനും രൂപീകരിക്കാനും കഴിയും. കണ്ടെത്തലുകൾ അവയുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയല്ലാതെ മറ്റൊന്നുമല്ല. സ്വീകരിക്കാവുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയാവുന്നത് ഏതൊക്കെയാണ്, പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്ന രീതിയിലും മൂല്യങ്ങൾ ഉണ്ടാകാനിടയുള്ളത് ഔട്ട്പുട്ട് രൂപീകരണത്തിലാണ് ലക്ഷ്യം കേന്ദ്രീകരിക്കപ്പെടുന്നത്. ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രധാനപ്പെട്ട ചില അത്യാവശ്യമായ ഗവേഷണ പ്രശ്നം രൂപം കൊള്ളുന്നതിനും ഇത്തരത്തിലുള്ള ചില ഘടകങ്ങൾ കാരണമായി മാറുന്നുവെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.